ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ അത് ഇന്നെൻ്റെ മോൻ്റെ എന്താ കോളേജിൽ പോകാൻ മടിയായിട്ടിരിക്കണം കേട്ടോ. ഈ തിങ്കളാഴ്ച കോളേജിൽ പോകാനൊരു വല്ലാത്ത മടിയാണ്. കോളേജിൽ ചെന്നാൽ പിന്നെ ഇവളുണ്ടല്ലോ, ഇവളുടെ തലയിൽ വെച്ച് അങ്ങനെ കിടക്കും. അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കോളേജിൽ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടായില്ല. പിന്നെ തോന്നിപ്പിടിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ കായ്പോളം, ഉമ്മിയുടെ കായ്പോളം ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഉമ്മച്ചി പറഞ്ഞു ജ്യൂസ് ഉണ്ടാക്കും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാങ്ങ അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ മാങ്ങ അങ്ങനെ മാങ്ങയും ജ്യൂസൊക്കെ അടിച്ച് വെച്ചു. പിന്നെ അതേ ഉമ്മച്ചി വാവജിക്ക് സ്പെഷ്യലായിട്ടുള്ള കൈപ്പത്തിരി ഉണ്ടാക്കി. വാപ്പച്ചി മാത്രം കേട്ടോ സാധനം തിന്നോളൂ. അതൊക്കെ കഴിഞ്ഞ് അതേ ഫ്രിഡ്ജിൽ നിന്ന് ഓരോ ഫ്രൂട്ട്സ് എടുത്ത് ടേബിളിൽ വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അതേ തണ്ണിമത്തങ്ങ മുന്തിരി എടുത്ത് ഇങ്ങനെ ടേബിളിൽ വെക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് തണ്ണിമത്തങ്ങ ഓരോന്നായി മുറിച്ച് പാത്രത്തിലേക്കൊക്കെ വെച്ചു. പിന്നെ ഇതേ മുന്തിരി ഉണ്ടായിരുന്നതും വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നട്ട്സും അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ കൂടി ഒക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഉമ്മിതേ മീൻ പൊരിക്കാനായിട്ട് വെച്ചാട്ടോ. അത് കഴിഞ്ഞത് 2 ഡയറി മിൽക്ക് ഇരിക്കുന്നുണ്ട്, നോമ്പ് തുറന്നിട്ട് തിന്നാലോ. അത് കഴിഞ്ഞ് വീട്ടിൽ ഇന്നലെ ഉമ്മച്ചിട്ട് ഇട്ടായിരുന്നു. ഇപ്പോൾ ചക്ക എന്തൊക്കെയോ നന്നാക്കണ്ടായിട്ടോ. അപ്പോൾ അതിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ചക്ക വെളുത്താനായിട്ട് അപ്പോൾ ഉമ്മ വെളുത്താൻ പറഞ്ഞു. അങ്ങനത്തെ ചായം തിളപ്പിച്ച് വെച്ചു, ചക്ക വെളുത്താനായിട്ട് വെച്ചു. ബാങ്ക് വിളിക്കാൻ കുറച്ച് മുമ്പ് പോയി ദുവാ സ്വീകരിക്കുന്നു കേട്ടോ പറയണത്. അങ്ങനെ ദേ ബാങ്കും വിളിച്ചു. ഞങ്ങൾ നേരെ പോയി നോമ്പും തുറന്നിട്ടോ, വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ദേ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായി. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ 5ാമത്തെ നോമ്പും പൂർത്തിയായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ദേ പത്തിരിയും കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. ദുആ ചെയ്യട്ടോ.